പുച്ഛഭാവം നവരസങ്ങളിൽ പെടുന്നില്ല. എന്നാൽ പുച്ഛം സ്ഥായി ഭാവമായി നടക്കുന്ന ചിലരുണ്ട് നാട്ടിൽ. അതിൽ മുൻപിലാണ് മാധ്യമപ്രവർത്തകരിലെ മാപ്രകൾ എന്നറിയപ്പെടുന്ന കൂട്ടർ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം പറയുകയും അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന കൂട്ടർ. അവരിലും ചില വെണ്ണപ്പാളികളുണ്ട്. അതിലൊരു പ്രമുഖയാണ് BJP നേതാവും തിരുവനന്തപുരം BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ചാനലിൻ്റെ തലപ്പത്തുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പുച്ഛരസം സ്ഥായി ഭാവമായി കൊണ്ടു നടക്കുന്നു. ആ മാന്യവനിത കഴിഞ്ഞ ദിവസം മറ്റ് രണ്ട് പേരോടൊന്നിച്ച് സാക്ഷാൽ നരേന്ദ്രമോദിയുമായി അഭിമുഖം നടത്തുന്നു. മഹദിയുടെ ചോദ്യം ഇംഗ്ലീഷിലാണ്, 52 ഇഞ്ചാകട്ടെ മറുപടി ഹിന്ദിയിലും. ഇംഗ്ലീഷിൽ മഹദി ചോദിക്കും മുമ്പ് ഹിന്ദിയിലുള്ള ഉത്തരം റെഡി. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അല്ല എന്ന് പറയാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി. അതിനിടയിൽ മറ്റൊരാശങ്ക കൂടി ഇംഗ്ലീഷ് പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മഹദിയുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാടെ തെറ്റ്, ആക്സെന്റ് അതിലും വിശേഷം. ഇവരാണ് പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ ഗ്രാമറും സ്പെല്ലിങ്ങും ഇല്ലെന്ന് ആക്ഷേപിക്കുന്നവരുടെ നേതാവ് എന്നുകൂടി കാണേണ്ടതുണ്ട്. അതല്ലാതെ അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം തീരെ മോശമാണെന്നതിൽ വാർത്താ വിചാരണയ്ക്ക് യാതൊരു പരിഭവമില്ല. ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയൊന്നുമല്ലല്ലോ. പക്ഷേ അതല്ലല്ലോ ഇവരുടെ അവസ്ഥ. ഇംഗ്ലീഷിൽ ജനിച്ച് ഇംഗ്ലീഷിൽ സ്ഥിരതാമസമാക്കിയവരാണല്ലോ. അവരുടെ ഒരു തെറ്റ് എന്നത് ഒന്നൊന്നര തെറ്റാണ്. അതുപോട്ടെ, പ്രധാനമന്ത്രിക്ക് മുന്നിലെ ആ ഇരിപ്പും ആ ചോദ്യവും കാണുമ്പോൾ ഏത് തൊമ്മിയും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ചോദ്യത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അപ്രിയമായതോ BJPക്ക് അപ്രിയമായതോ ചോദിക്കാതെ മാതൃകയും കാട്ടി നിഷ്പക്ഷ വനിത. കടുത്ത സംഖ്യയായ മനോജ് കെ ദാസ് വീണ്ടും എഡിറ്ററായി ചുമതലയേൽക്കും മുൻപേ കാവ്യഭൂമിയായി പരിണമിച്ചിരുന്ന പത്രം തനി ചാണകക്കുഴിയിലാണ്. ഇന്നലെ ആ എഡിറ്റർ മോദിജിയുമായി നടത്തിയ അഭിമുഖം 2 മുഴുനീള പേജിലൂടെ പ്രസിദ്ധീകരിച്ച് ആ ചാണകക്കുഴിയിലെ കുളി കെങ്കേമമാക്കി. അവിടെയും തീരുന്നില്ല. ആ പത്രമുതലാളിമാരുടെ ചാനലും മറ്റ് ചാനലുകളും എല്ലാം നടത്തിയത് വെറും പെയ്ഡ് സർവേ ആയിട്ടും LDFന് 6-7 സീറ്റ് വരെ നൽകേണ്ടി വന്നിട്ടുണ്ട്. മറ്റു പല സീറ്റുകളും പറയുന്ന മാർജിൻ 1 മുതൽ 2% വരെ മാത്രമാണ്. അത് UDFനും BJPക്കും ക്ഷീണമാകുമോ എന്ന ഉത്കണ്ഠയിൽ നിന്നും കരകയറാൻ കാവ്യഭൂമി പുതിയ നമ്പറുമായി ഇറങ്ങിയിട്ടുണ്ട്. വലിയ 3 രാഷ്ട്രീയ പണ്ഡിതർ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിലും അവലോകനം നടത്തുന്നു. ഈ അവലോകനം കാണുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന പണ്ഡിതനെ ഓർമ്മ വരുന്നത് വാർത്താ വിചാരണക്ക് മാത്രമാകില്ല. എങ്ങനെ കണക്ക് കൂട്ടിയാലും സീറ്റ് LDFനല്ലാതാക്കുക എന്നതിൽ ഗവേഷണം നടത്തുന്ന ആ ജയശങ്കര വിദ്വാന് പഠിച്ചതാണ് ഈ വിദ്വാൻമാരും. അതിൽ കാവ്യയിൽ കുളിച്ച ഒരു വിദ്വാന്റെ അഭിപ്രായം മാത്രം വായിച്ചാൽ മതി ജയശങ്കറിനെ ഓർക്കാൻ. 1. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ എതിർക്കുന്ന മുന്നണികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നതിനാൽ സംസ്ഥാന വിഷയങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. 2. പണ്ഡിതൻ എന്തിനു വേണ്ടിയാണ് വാല് പൊക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണല്ലോ. ടിയാൻ്റെ 3ാമത്തെ പോയിന്റ്, ഏറെക്കാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന 2 മുന്നണികളുടെ രാഷ്ട്രീയ ബലാബലത്തിൽ BJP ഒരു ഘടകമായി എത്തുന്നുവെന്നതും പ്രധാന ഘടകമാണ്. ടിയാൻ കേന്ദ്ര സർവകലാശാല മുൻ VC എന്ന നിലയിൽ കൂറ് കാണിക്കാതിരിക്കാനും മറക്കുന്നില്ല. കാരണം BJP ഈ തെരഞ്ഞെടുപ്പിലാണോ പ്രധാന ഘടകമായത്? കൊടുമ്പിരി കൊണ്ട 2019 പ്രചരണത്തിൻ്റെ 4 അയലത്ത് പോലും ഇത്തവണ BJP കേരളത്തിലില്ല. എന്നിട്ടും അതും പ്രധാന ഘടകമാകുന്ന ആ നിരീക്ഷണം പവന്മാർക്കാണ്. അടുത്തതാണ് അതിലും വിചിത്രം. പൗരത്വ നിയമം കേരളത്തിൽ ആരെയും ബാധിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അത് തീവ്രമായി ഉയർത്തിയുള്ള പ്രചാരണം LDFന് എതിരായി മാറിയേക്കാം. സഹ പാനലിസ്റ്റുകളും സമാന നിരീക്ഷണം നടത്തിയതിന് പിന്നിൽ പത്ര താൽപ്പര്യത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അങ്ങനെ ഇന്ന് ഇക്കൂട്ടർ എല്ലാം ചേർന്ന് കാവ്യ മുതലാളിമാർക്ക് വേണ്ടി 8 മണ്ഡലങ്ങളിലെയും ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8ഉം UDFന് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല BJPയെ ഇതിൽ കൂടുതൽ സുഖിപ്പിക്കാനുമില്ല. ഇവരോടൊക്കെ പറയാനുള്ളത്, മുൻകാലങ്ങളിൽ നിങ്ങൾ നടത്തിയ ആ പ്രവചനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നോക്കണം. സ്വന്തം പ്രവചനത്തിന് പുറകെ ചില ഏജൻസികൾക്ക് വേണ്ടി ഈ വിദ്വാൻമാരിൽ ചിലർ സർവേയും നടത്തിയിട്ടുണ്ട്. ആരാണോ സർവേ നടത്താൻ ചുമതലപ്പെടുത്തിയത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഫലം നൽകുന്ന ജാലവിദ്യ. ഇവിടെ ഈ പ്രഖ്യാപനത്തിന് കാവ്യഭൂമിയിൽ നിന്നും എത്ര കൂലി കിട്ടി എന്ന് വ്യക്തമാക്കേണ്ടത് ഈ പണ്ഡിതന്മാരാണ്. ലേഖനവും കഥയും കവിതയും എഴുതി കാശ് പറ്റുന്ന പോലെയല്ലല്ലോ ഇത്.
ഇത് വെറും കൂലിപ്പണി മാത്രമാണല്ലോ. അതിനിടെ രാജ്യഭരണത്തിൻ്റെ രണ്ടാമൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിൽ സ്വത്തിൻ്റെയും ഓഹരിയുടെയും കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലെന്ത് എന്നല്ലേ? അതിലുണ്ട്, മനോരമ കുടുംബത്തിൻ്റെ ടയർ കമ്പനിയിൽ അമിത് ഷാജിയുടെ നിക്ഷേപം 1.29 കോടി രൂപയാണ്. ഈ MRF BJPക്ക് നൽകിയത് 15 ലക്ഷം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്, അതായത് മനോരമയുടെ കൊടുക്കൽ വാങ്ങൽ. എന്തുകൊണ്ട് BJPയോടും കേന്ദ്ര ഭരണത്തോടും കണ്ടെത്തൽ പത്രം വിനീത വിധേയരാകുന്നു എന്നതിൽ ഇതിൽ പരം തെളിവ് എന്തു വേണം?